ഇപ്പോൾ കുറച്ചു പേർക്ക് ഡൗട്ട് കാണും. ഞാൻ 2027 ഫെബ്രുവരി 1 മുന്നേ ചാനൽ തുടങ്ങിയതാണ്. അങ്ങനെയുള്ളവർക്കും ഈ ഒരു ക്രൈറ്റീരിയ ബാധകമാണോ എന്നാണ്. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ക്രിയേറ്റേഴ്സായ നമുക്ക് വളരെ വിഷമമുള്ള ഒരു വാർത്തയായിട്ടാണ് വന്നിരിക്കുന്നത്. രാവിലെ തന്നെ യൂട്യൂബിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് വരുന്ന വാർത്ത എന്ന് പറയുന്നത് ഇനി മുതൽ നമുക്ക് 4000 വാച്ച് അവർ കൊണ്ട് നമ്മുടെ ചാനൽ മോണിറ്റൈസ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കില്ല. അതുപോലെ തന്നെ 10 മില്യൺ ഷോർട്ട് വ്യൂസ് കൊണ്ട് നമുക്ക് നമ്മുടെ ചാനൽ മോണിറ്റൈസ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇനി എത്ര വാച്ച് അവർ ആണ് വേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയാം. അതിനു മുമ്പായിട്ട് ഞാൻ ശ്രീനിത്യ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ യൂട്യൂബിൽ പുതിയ ക്രിയേറ്റേഴ്സിന് വളരുന്നതിന് വേണ്ടിയിട്ടുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് ഞാൻ എൻ്റെ ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയാൽ ലൈക്കും അതിനോടൊപ്പം തന്നെ ഹൈപ്പും തരാനും മറക്കരുത്. ഓരോ ദിവസവും നമ്മൾ രാവിലെ ഉണരുന്ന സമയത്ത് യൂട്യൂബിന്റെ ഒഫീഷ്യൽ പേജ് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര നെഞ്ചിടിപ്പാണ്. കാരണം നമുക്ക് ഉപകാരപ്രദമായിട്ടുള്ളതും കുറേയൊക്കെ നമുക്ക് വിഷമമായിട്ടുള്ള കാര്യങ്ങളാണ് യൂട്യൂബ് ഓരോ ദിവസവും ഓരോ അപ്ഡേഷൻ ആയിട്ട് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. യൂട്യൂബിന്റെ തുടക്കകാലത്ത് നമുക്ക് യൂട്യൂബിൽ വലിയ ക്രൈറ്റീരിയകളൊന്നും ഉണ്ടായിരുന്നില്ല. അതായത് ഇത്ര വാച്ച് അവർ വേണം, ഇത്ര വ്യൂസ് വേണം എന്നുള്ള ക്രൈറ്റീരിയ ഉണ്ടായിരുന്നില്ല. നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മോണിറ്റൈസേഷൻ ലഭിക്കുമായിരുന്നു. പക്ഷേ എന്നാൽ അതിനുശേഷമാണ് പെട്ടെന്നൊരു അപ്ഡേഷൻ വന്നത്. ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നവർക്ക് 1 വർഷത്തിനുള്ളിൽ 4000 വാച്ച് അവർ കംപ്ലീറ്റ് ആക്കണമെന്നും അതുപോലെ ഷോർട്ട് വീഡിയോസിലൂടെ നമുക്ക് മോണിറ്റൈസേഷൻ ലഭിക്കണമെങ്കിൽ 3 മാസത്തിനുള്ളിൽ 10 മില്യൺ വ്യൂസ് കംപ്ലീറ്റ് ആക്കണമെന്ന്. എന്നാൽ ഇനി നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ലഭിക്കണമെങ്കിൽ യൂട്യൂബ് പുതിയൊരു അപ്ഡേഷനുമായിട്ട് വന്നിരിക്കുകയാണ്. അതായത് അത് ഈ വർഷം മുതലല്ല, 2027 ഫെബ്രുവരി 1 മുതലാണ് ഈ ഒരു അപ്ഡേഷൻ വരാനായിട്ട് പോകുന്നത്. ഈ ഒരു അപ്ഡേഷൻ എന്താണെന്നും ഇതിൽ എത്ര സബ്സ്ക്രൈബേഴ്സ് വേണം, എത്ര വാച്ച് അവർ വേണം, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അതുപോലെ നമ്മുടെ ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നവരാണെങ്കിൽ എത്ര വ്യൂസ് നമുക്ക് വേണം എന്നുള്ള കാര്യത്തെ പറ്റി പറയാം. 2027 ഫെബ്രുവരി 1 ശേഷം നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ലഭിക്കണമെങ്കിൽ ഇനി മുതൽ 4000 വാച്ച് അവർ പോരാ, 8000 വാച്ച് അവർ വേണം. നമ്മുടെ ചാനലിൽ ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നവരാണെങ്കിൽ 1 വർഷത്തിനുള്ളിൽ 8000 വാച്ച് അവറും 1000 സബ്സ്ക്രൈബേഴ്സും വേണം. അതുപോലെ നമ്മുടെ ചാനലിൽ ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്ത് മോണിറ്റൈസേഷൻ ലഭിക്കണമെങ്കിൽ മുന്നേ 10 മില്യൺ വ്യൂസ് മതിയായിരുന്നു. ഇപ്പോൾ 3 മാസത്തിനുള്ളിൽ 20 മില്യൺ ഇരട്ടിയായി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. 20 മില്യൺ വ്യൂസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഷോർട്സിലൂടെ മോണിറ്റൈസേഷൻ ലഭിക്കുകയുള്ളൂ. ഒന്നുകൂടെ ഞാൻ വ്യക്തമായിട്ട് പറയാം, 2027 ജനുവരി 31 വരെ നമ്മുടെ യൂട്യൂബിന്റെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നേരത്തെ ഉള്ളതുപോലെ 1 വർഷത്തിൽ ലോങ് വീഡിയോസ് ആണെങ്കിൽ 4000 വാച്ച് അവറും ഷോർട്ട് വീഡിയോസ് ആണെങ്കിൽ 3 മാസത്തിനുള്ളിൽ 10 മില്യൺ വ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് മോണിറ്റൈസേഷൻ ലഭിക്കുമായിരുന്നു. പക്ഷേ 2027 ഫെബ്രുവരി 1 മുതൽ നിങ്ങൾ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യാൻ പോകുന്നവരാണ് എങ്കിൽ നിങ്ങൾക്ക് 8000 വാച്ച് അവർ വേണം. ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്ത് 1 വർഷത്തിൽ തന്നെയാണ്. 1000 സബ്സ്ക്രൈബേഴ്സ് മതിയാവും. പക്ഷേ 4000 വാച്ച് അവർ എന്നുള്ള സ്ഥാനത്ത് 8000 വാച്ച് അവർ നമുക്ക് വേണം. അതുപോലെ ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നവർക്കാണെങ്കിൽ 90 ദിവസത്തിനുള്ളിൽ 20 മില്യൺ വ്യൂസ് വേണം. സബ്സ്ക്രൈബേഴ്സ് പഴയതുപോലെ തന്നെയാണ്. ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മോണിറ്റൈസേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇപ്പോൾ കുറച്ചു പേർക്ക് ഡൗട്ട് കാണും. ഞാൻ 2027 ഫെബ്രുവരി 1 മുന്നേ ചാനൽ തുടങ്ങിയതാണ്. അങ്ങനെയുള്ളവർക്കും ഈ ഒരു ക്രൈറ്റീരിയ ബാധകമാണോ എന്നാണ്. അങ്ങനെ ഉള്ളവർക്കും ഈ ഒരു ക്രൈറ്റീരിയ, അതായത് നിങ്ങൾ എത്ര നാൾ മുന്നേ ചാനൽ തുടങ്ങിയവരോ ആയിക്കോട്ടെ, പക്ഷേ 2027 ഫെബ്രുവരി 1 ശേഷമാണ് നിങ്ങളുടെ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയി നിങ്ങൾ മോണിറ്റൈസേഷന് അപ്ലൈ ചെയ്യുന്നത് എങ്കിൽ, അതായത് 2027 ഫെബ്രുവരി 1 ശേഷമാണ് എങ്കിൽ നിങ്ങൾക്ക് 8000 വാച്ച് അവർ വേണ്ടിവരും. അപ്പോൾ യൂട്യൂബിൽ നിങ്ങൾ വളരെ പെട്ടെന്ന് മോണിറ്റൈസേഷൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ കുറച്ചുകൂടെ വർക്ക് ചെയ്ത് നിങ്ങളുടെ 4000 വാച്ച് അവറും അതുപോലെ ഷോർട്ട് വീഡിയോസിലാണെങ്കിൽ 10 മില്യൺ വ്യൂസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് ഈ 2027 ജനുവരി 31 മുന്നേ നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് നമ്മുടെ പഴയ ക്രൈറ്റീരിയ അനുസരിച്ച് നമുക്ക് മോണിറ്റൈസേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടെ വർക്ക് ചെയ്ത് ഈ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നോക്കുക. ഇനി പുതിയൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.